ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ 5-ാം ദിവസമായ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യൂസ് ചാപ്റ്റർ 5 1-12 വരെയുള്ള വാക്യങ്ങൾ. ജീസസ് ഗേവ്സ് ദ സെർമൺ ഓൺ ദ മൗണ്ട്. ഗിരിപ്രഭാഷണം എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ദിസ് സെർമൺ പ്രോബബ്ലി കവേർഡ് സെവറൽ ഡേയ്സ് ഓഫ് പ്രീച്ചിങ് ഇൻ ഇറ്റ്. Jesus proclaimed his attitude toward the law, position, authority, and faithful obedience from the heart. Enormous crowds were following Jesus. He went upon a mountainside and sat down. His disciples came to him and he began to teach them. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are the poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകള്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. മാത്യു ചാപ്റ്റർ 5-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ബീയിങ് പൂവർ ഇൻ സ്പിരിറ്റ് signifies a humble attitude, acknowledging their own limitations and reliance on God. Being poor in spirit is a type of spiritual posture, acting as beggar before the Lord. പിന്നെ ഇന്നത്തെ തീമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഭാഗമാണ് ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ. ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ ഈസ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത്, ലവ് ആൻഡ് സർവീസ് ടു ഗോഡ്. ഇറ്റ് ഈസ് ലിവ്ഡ് ഔട്ട് ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ ആർ ഹ്യൂമിലിറ്റി, meekness, patience, forgiveness and love. Increasingly, believers bear the fruit of love, joy, peace, പേഷ്യൻസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. അതുതന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:22 and 23 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സർവശക്തനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കർത്താവേ ദൈവമേ, ആത്മാവിൽ ദരിദ്രരായിരിക്കാൻ തക്കവണ്ണം കർത്താവിനെ കുറിച്ചുള്ള ചിന്ത, കർത്താവിനെ കുറിച്ചുള്ള അറിവ്, കർത്താവിനെ കുറിച്ചുള്ള നോളജ്, ഇതെല്ലാം ദൈവമേ നീ ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരണം. താഴ്മയോടെ നടപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ദൈവത്തോട് ഒരു പടി കൂടെ ജീവിക്കാൻ തക്കവണ്ണം ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരമാക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. താഴ്മയോടും വിനയത്തോടും കൂടെ അടിയങ്ങളെ എല്ലാവരെയും നിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന ദൈവകൃപയാൽ നിറച്ചാട്ട് കർത്താവെ അനുഗ്രഹിക്കണേ, സഹായിക്കണേ. സാലും യേശുവിൻ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയാൽ കേട്ട് ഉത്തരവരണമാറാണ് പിതാവേ. ആമേൻ.